ഒരു ജനറൽ നേഴ്സായ ഞാൻ എങ്ങനെ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് എക്സാം എഴുതും എന്ന് ആലോചിച്ചു. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. ആ നേഴ്സിംഗ് സ്പെഷ്യലിസ്റ്റ് എക്സാം സാധാരണ BSc-കാരാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ HR മാനവരോട് ചോദിച്ചു, സാർ ഞാനൊരു ജനറൽ നേഴ്സിംഗാണ്, എങ്ങനെ ഞാൻ ഈ പരീക്ഷ എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു, ഇവിടുത്തെ സ്റ്റുഡൻസൊക്കെ പാസ്സാകുന്നത് നീ കാണുന്നില്ലേ, നിനക്ക് പാസ്സാകാൻ കഴിയും, നീ അവരോട് ടെക്സ്റ്റ് ബുക്ക് പോയി ചോദിച്ച് വാങ്ങി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ ഈ പരീക്ഷ എഴുതണ്ടെന്ന് ആയിരുന്നു എൻ്റെ തീരുമാനം. പക്ഷേ എൻ്റെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നീ മാതാവിനോട് പോയി പ്രാർത്ഥിച്ച് നീ പരീക്ഷ എഴുതാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൃപാസനം ഉടമ്പടിയിലെ പ്രാർത്ഥനകളും ധ്യാനങ്ങളും മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ ഓൺലൈനായി കൃപാസന ഉടമ്പടി ഓഗസ്റ്റിൽ എടുക്കുന്നു. അങ്ങനെ ഞാൻ നിരന്തരം കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് എക്സാം ഡേറ്റ് എടുത്തു. പോകുന്ന വഴിയിൽ ഞാൻ ചിന്തിച്ചു, മാതാവേ, സാക്ഷ്യത്തിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരും കൃപാസനത്തിലെ ഉപ്പും തൈലവും കാശുരൂപവും ഒക്കെ കൊണ്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, ഞാൻ മാതാവിനെ മാത്രം കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എക്സാമിനായിട്ട് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഒരു കൂട്ടുകാരി വന്നായിരുന്നു. അവളുടെ കഴുത്തിൽ കിടക്കുന്ന കാശുരൂപം ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ കഴുത്തിലേക്ക് ഇട്ട് തന്നു. ചേച്ചി ഇത് കൊണ്ടുപോയിക്കോ, ഇത് പിടിച്ച് ചേച്ചി പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ ഓരോ ക്വസ്റ്റ്യനും മാതാവിനെ കാശുരൂപം പിടിച്ച് പരീക്ഷ എഴുതി. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പരീക്ഷ വളരെ വിഷമമായിരുന്നു. എനിക്കറിയാം എന്നെക്കൊണ്ട് ഈ പരീക്ഷ പാസ്സാകാൻ കഴിയുകയില്ലെന്ന്. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചു. ഒരു മാസമായി ഞാൻ മൊബൈൽ വേറൊന്നിനും ഓപ്പൺ ആക്കിയിരുന്നില്ല. ഈ പ്രെയറും ഈ സാക്ഷികളും കൂടാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരുന്നു. അനുഗ്രഹമെന്ന് പറയട്ടെ, മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എക്സാം പാസ്സായി. അതേ ദിവസം തന്നെ എൻ്റെ കോൺട്രാക്റ്റും റിന്യൂവായി. വിത്ത് പ്രൊമോഷനോടുകൂടി, വിത്ത് നല്ല സാലറിയോടുകൂടി എനിക്ക് ആ ജോലി തിരിച്ചു കിട്ടി. കൃപാസന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ അടുത്തൊരു കാര്യം, ഇവിടെ ഞാൻ യൂട്യൂബിൽ കണ്ടു, ഒക്ടോബർ 25-ാം തീയതി ഇവിടെ ജപമാല റാലി ഉണ്ടെന്ന്. പക്ഷേ അതെനിക്ക് കൂടണമെന്നുണ്ട്. പക്ഷേ എങ്ങനെ കൂടുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ലീവില്ല. HR മാനേജറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ലീവ് 3 മാസമായി ക്യാൻസലായി പോയി കാണും, നിനക്കിനി അടുത്ത വർഷമേ പോകാൻ കഴിയുകയുള്ളെന്ന്. പക്ഷേ ഞാൻ എൻ്റെ ഒരു പേപ്പറിൽ ഒക്ടോബർ 25 എന്ന് എഴുതിയിട്ടു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ആര് എൻ്റർ ചെയ്തിട്ട് വെക്കേഷൻ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ തന്നെ ഒരു ഡേറ്റ് ഇട്ട് വെക്കേഷൻ എൻ്റർ ചെയ്തു. അത് അപ്പോൾ തന്നെ അക്സെപ്റ്റ് ആകുകയും ചെയ്തു. അതെങ്ങനെ ആ ലീവ് അവിടെ വന്നെന്ന് എനിക്കറിയത്തില്ല. HR മാനേജറും പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിച്ചു എന്നറിയത്തില്ല, കാരണം നിൻ്റെ ലീവ് ഓൾറെഡി കട്ട് ചെയ്തതിൻ്റെ സമയം കഴിഞ്ഞിരുന്നു. നിനക്ക് ഇത്